നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടേ അതിനകത്ത് ഒരു കല്ലിട്ട് നോക്കുക. അത് താന്നു പോവില്ലേ? അത് താന്നു പോവും. ഒരു കോയിൻ ഇട്ടാലോ? അതും താഴ്ന്നു പോവും. പക്ഷേ നമ്മളിപ്പോ ഒരു ജ്യൂസ് കലക്കി വെച്ചിട്ടുള്ള ഗ്ലാസ്സാണെന്ന് വിചാരിച്ചോ. അതിനകത്ത് കുറച്ച് ഐസ് ഇട്ടാലോ? നമ്മൾ സാധാരണ ചെയ്യാറുള്ളതല്ലേ? അല്ല, നിങ്ങൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അതിലായിരിക്കും ഐസ് ഇട്ടിട്ടുണ്ടാവുക. എനിവേ, വെള്ളത്തിലെ ഐസ് പൊന്തി കിടക്കും. അതെന്തത്? ഐസിനെന്താ വെയിറ്റ് ഇല്ലേ? ഐസ് എന്താ വിഐപിയാ? അതിങ്ങനെ നീന്തി തുടിക്കണ പോലെ തോന്നാറില്ലേ? ചിലർക്ക് 1, 2 പെഗ് അത് പറയാൻ പാടില്ല. ജ്യൂസില് നമ്മള് ഐസ് ഇട്ട് കഴിഞ്ഞാല് അതിങ്ങനെ പൊന്തിക്കെടുക്കും. ജ്യൂസില് മാത്രല്ല ട്ടോ. വെള്ളത്തില് ഐസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. വൈ? ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഐസ് ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളത്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വലിയ ഐസ് ക്യൂബ്സ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അല്ലേ? നല്ല വെയിറ്റ് ഉണ്ടാവും. നമ്മൾ ചെറുപ്പത്തില് ഈ ഫ്രീസറില് വലിയ പാത്രത്തില് വെള്ളം നിറച്ച് വെച്ചിട്ട് എടുത്ത് നോക്കാറുണ്ട്. അപ്പൊ അതിന് നല്ല വെയിറ്റ് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഐസ് ക്യൂബ്സ് വാങ്ങുമ്പോൾ അതിനകത്ത് ഹോൾ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിലത് ഈ നമ്മളിപ്പോൾ ഈ ഫിഷ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫിഷൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വലിയ ഐസ് കൊണ്ടുവരും. അപ്പോൾ അതിന്റെ രണ്ട് സൈഡും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇടുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനത്തെ ഹോൾ ഉള്ളത് കൊണ്ടാണോ ഐസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്? ഐസ് ക്യൂബ്സ് ആണെങ്കിലും അതിന്റെ പാത്രത്തിന് ചില സമയത്ത് ഒരു ഹോൾ ടൈപ്പുള്ള സംഭവമുണ്ട്. നമ്മളിപ്പോൾ പുറമെ നിന്ന് ഐസ് ക്യൂബ്സ് വാങ്ങുമ്പോൾ അങ്ങനെ ഹോൾ ടൈപ്പിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണോ പൊന്തി കിടക്കുന്നത്? അങ്ങനെ ചിലർ പറയാറുണ്ട്. പിന്നെ ഈ നല്ല തണുപ്പുള്ള സാധനത്തിനൊക്കെ വെയിറ്റ് കുറവാന്ന് പറയാറുണ്ട്. പക്ഷെ ശരിക്കും എന്താണ് ഐസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനുള്ള കാരണം? ദ റിയൽ റീസൺ അതിന്റെ കാരണമാണ് ഡെൻസിറ്റി. അപ്പൊ നമുക്ക് ഡെൻസിറ്റി എന്താണെന്ന് നോക്കിയാലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടൈറ്റ് ദ പാർട്ടിക്കിൾസ് പാക്ഡ്. അതായത് എത്ര ടൈറ്റ് ആയിട്ടാണ് അതിന്റെ ഘടകങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വെച്ചാൽ എത്ര ടൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റോൺ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഫുൾ ടൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വുഡ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് ഇത്തിരി ലൂസ് ആയിട്ടാണ്, അതുകൊണ്ട് അത് സിങ്ക് ആവില്ല. വുഡ് നമ്മൾ വെള്ളത്തിൽ സിങ്ക് ആവില്ലല്ലോ. പക്ഷേ ഐസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് വാട്ടർ തന്നെയല്ലേ. അവിടെയാണ് നമ്മുടെ സയൻസ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ദ ബിഗ് വാട്ടർ സീക്രട്ട്. അതായത് ഏതൊരു ദ്രാവകം എടുത്ത് നമ്മൾ ഫ്രീസ് ചെയ്താലും സ്വാഭാവികമായിട്ടും അതിന്റെ ഡെൻസിറ്റി കൂടും. അതിന്റെ പാർട്ടിക്കിൾസ് കൂടുതൽ ടൈറ്റൻ ആവും. അപ്പൊ അതിന് വെയിറ്റ് കൂടും, സ്വാഭാവികമായിട്ടും സിങ്ക് ആവും. പക്ഷെ ഇവിടെയാണ് നമ്മുടെ വെള്ളത്തിന്റെ പ്രത്യേകത. അതായത് വെള്ളത്തിന് നമ്മൾ ഐസ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ മോളിക്യൂൾസ് അത് സ്പ്രെഡ് ഔട്ട് ആവും. സ്വാഭാവികമായിട്ടും വോളിയം ഇൻക്രീസ് ആവും, ഡെൻസിറ്റി ഡിക്രീസ് ആവും. ഐസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോർ ഓപ്പൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐസിന്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പൊ ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ ഡെൻസിറ്റി, പിന്നെ അതിനകത്ത് ടൈറ്റ്ലി പാക്ഡ് മോളിക്യൂൾസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്ത് ഒരു 8 പേര് ഒരുമിച്ച് കയറി. അതിനെ നമ്മൾ ടൈറ്റ്ലി പാക്ഡ് എന്ന് പറയും. അപ്പൊ ഈ ആൾക്കാർ 8 പേര് കയറി. അതിന് പകരം ഒരു 2-3 പേര് മാത്രമേ ഉള്ളൂ ഈ ലിഫ്റ്റിൽ കയറി. അപ്പൊ സെയിം സ്പേസിൽ 3 പേര് നിൽക്കുന്നതും ഈ 8 പേര് നിൽക്കുന്നതും നമ്മുടെ ഡിഫറൻസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഈ ആൾക്കാർക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ മോളിക്യൂൾസിനെ റീപ്ലേസ് ചെയ്ത് നോക്കി നോക്കുക. അപ്പൊ മോളിക്യൂൾസ് എണ്ണം കുറവ്, അത്രയും സ്ഥലം യൂസ് ചെയ്തു, പക്ഷെ എണ്ണം കുറവ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അതിന്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഐസിന്റെ ഒരു കാര്യത്തിൽ ഇത് ഫ്ലോട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഐസിന്റെ അതായത് വാട്ടറിന്റെ മോളിക്യൂൾസിനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഐസിനുള്ളത്. അതുകൊണ്ടാണ് ഐസ് ഫ്ലോട്ട് ചെയ്യാത്തത്. നമുക്കിത് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എടുക്കുക, എല്ലാവർക്കും അറിയാൻ തന്നെ, ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്ത് വെള്ളം എടുക്കുക, അതിനകത്ത് 2 ഐസ് ക്യൂബ് ഇട്ട് നോക്കുക. അപ്പൊ എന്താ വെച്ചാൽ അത് കുറച്ചിങ്ങനെ താഴ്ന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 90% ഓഫ് വാട്ടർ ആണ്. അതാണ് ആ ഒരു കുറച്ച് പോർഷൻ മുകളിൽ ഇങ്ങനെ സിങ്ക് ആവാൻ്റെ ഇങ്ങനെ ഫ്ലോട്ട് ആയിട്ട് നിൽക്കാനുള്ള വേറൊരു കാരണം. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ വേൾഡിൽ തന്നെ ഇതൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക. ഇപ്പൊ നമ്മുടെ റിവറിൽ നല്ല തണുപ്പൊക്കെ ഉള്ള രാജ്യങ്ങളിൽ അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഐസ് ഇങ്ങനെ വന്ന് കവർ ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പൊ ഐസിന് ഈ ഡെൻസിറ്റി കുറഞ്ഞത് കൊണ്ടാണ് ഈ റിവറിന്റെ അല്ലെങ്കിൽ പോണ്ടിന്റെ ഒക്കെ മുകൾ വശത്ത് ഈ ഐസ് ഇങ്ങനെ വന്ന് കവർ ചെയ്ത് നിൽക്കുന്നത്. അല്ല, ഈ ഐസ് സിങ്ക് ആവുന്ന കാര്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് ഐസ് സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കൂടിയ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഐസൊക്കെ താഴേക്ക് പോകില്ലേ, വെള്ളത്തിന് താഴേക്ക് പോകില്ലേ. അപ്പൊ ഒരു കടലിന്റെ മോൾ ഭാഗത്ത് നല്ല തണുപ്പുള്ള പ്രദേശം വരുമ്പോൾ ആ ഐസൊക്കെ താഴേക്ക് അതിന്റെ അടിയിൽ ഡെപ്പോസിറ്റ് ആയാലോ, അല്ലെങ്കിൽ തടാകത്തിന് റിവറിന്റെ അടിയിലൊക്കെ ഐസ് ഡെപ്പോസിറ്റ് ആയാലും അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ മീനുകൾക്കൊക്കെ പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? അവരൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് നമ്മുടെ എന്താ പറയാ ജലജീവികളൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട്, അതായത് ഡെൻസിറ്റി കുറഞ്ഞതുകൊണ്ട് ഫ്ലോട്ടിംഗ് ആയതുകൊണ്ടാണ് നമ്മുടെ എന്താ പറയാ മീനുകൾക്കും അതുപോലുള്ള ജീവികൾക്കും ഒക്കെ വളരെ സുരക്ഷിതമായി ഐസ് മുകളിൽ ഫ്ലോട്ട് ചെയ്തിട്ട് താഴെ വാം വാട്ടറിൽ
ജീവിക്കാൻ പറ്റുന്നത്. സോ ഐസ് ആക്ച്വലി പ്രൊട്ടക്ട് അക്വാറ്റിക് ലൈഫ്. അപ്പോൾ ഐസ് ക്യൂബ്സ് നമ്മുടെ ക്ലാസ്സിൽ ജ്യൂസിനകത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമല്ല ഇങ്ങനെ ഫ്ലോട്ട് ആയിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ ജീവജാലങ്ങളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടൊക്കെയുള്ള നേച്ചറിന്റെ ഒരു സ്പെഷ്യൽ ഡിസൈനാണ് ഈ ഐസ് എന്ന് പറയുന്നത്. ഐസ് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഡെൻസിറ്റി കുറഞ്ഞിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് വെള്ളം നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതായത് ലിക്വിഡ് രൂപത്തിലുള്ള പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളം ഫ്രീസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം നിറച്ചിട്ടുള്ള പൈപ്പിലൊക്കെ അത് ഫ്രീസ് ചെയ്യുമ്പോൾ അത് പൊട്ടുന്നത്. അല്ല വെച്ചെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ ഈ വെള്ളം പാറകളുടെ ഇടയിൽ കൂടെ കടന്നുപോയി പിന്നെ അത് തണുപ്പ് കാലത്ത് ഫ്രീസ് ആകുമ്പോൾ അത് ക്രാക്ക് ആവുന്നത്. ഈവൻ റോക്കിനെ പോലും പാറകളെ പോലും നമ്മൾ പൊട്ടിക്കാനുള്ള ഒരു ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളം അതിന്റെ ഇടയിൽ പോകുന്നു, പിന്നെ ഫ്രീസ് ആകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, അതുകൊണ്ടാണ്. അതുപോലെ റോഡുകളൊക്കെ തകർന്നു പോകുന്നതൊക്കെ ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ റോഡ് തകർന്നു പോകുന്നത് വെള്ളം ആദ്യം പോയി പിന്നെ അതിനുശേഷം അത് വെള്ളം ഫ്രീസ് ആകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും റോഡിൽ ക്രാക്ക് വരുന്നു. ഓക്കെ, ഇതൊക്കെ വെള്ളം ഐസ് ആകുമ്പോൾ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതൊരു മാജിക് അല്ല, ഇത് വെള്ളത്തിന്റെ ഒരു സ്പെഷ്യൽ ബിഹേവിയർ ആണ്. ഇത് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇത് എത്ര പേർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു? കമന്റ് ചെയ്യണേ. പിന്നെ ഇതുപോലത്തെ ഫൺ ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായി നമ്മൾ എല്ലാ ആഴ്ചയും ഓരോ വീഡിയോയുമായി വരുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നതിനും അതിനെക്കുറിച്ച് അറിയാനും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.